രൂപ നമ്മളിവിടെ കുപ്പി വിറ്റ് ഒപ്പിച്ചു. നമ്മൾ ജർമ്മനിയിൽ ഈ 2 ചാക്ക് കാലി കുപ്പി വിറ്റിട്ട് വീട്ടിലോട്ടുള്ള സാധനം വാങ്ങാൻ പോവാണ്. സോ നമുക്ക് നോക്കാം ഇത് വിൽക്കുമ്പം എത്ര കിട്ടുമെന്ന്. പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്, ബിയർ ക്യാനുണ്ട്. നമുക്കപ്പം €7.53 കിട്ടിയേക്കുന്നത്. അതായത് നാട്ടിലെ ഏകദേശം ഒരു 750 കൂടുതൽ വരും. അത്രയും രൂപ നമ്മളിവിടെ കുപ്പി വിറ്റ് ഒപ്പിച്ചു. ടോട്ടൽ ഒരു €19.5 ആയത്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് €7.5 കുറഞ്ഞ് നമുക്കൊരു 12 ഇപ്പോൾ ആയിരിക്കുന്നത്. സോ നമ്മുടെ നാട്ടിലും ഈ ഒരു സംഭവം വരുവാണെങ്കിൽ നല്ലതല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ വെറുതെ റോഡിലൊക്കെ വലിച്ചെറിയുന്നതിന് പകരം നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങും. ഇവിടെ ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരിതുപോലെ കുപ്പി പറക്കി വിറ്റാണ് ഇവിടെ ജീവിക്കുന്നത്. ഇപ്പം നമ്മളൊക്കെ വെള്ളം വിലയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും കുപ്പി തരാമോന്ന്. നമ്മളത് കുപ്പി കൊടുക്കുമ്പം ഇവരിത് കളക്ട് ചെയ്തിട്ടാണ് ഇവർ ഒരു ദിവസത്തേക്കുള്ള ഫുഡിനുള്ളത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ എക്സ്ട്രാ 25 സെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഈ പൈസ തിരിച്ച് വാങ്ങുന്നത്. അതായത് ഇപ്പം അവിടെ പ്രൈസ് ടാഗിൽ എഴുതിയിരിക്കുന്നത് €2 എന്നായിരിക്കും. പക്ഷെ നമ്മളത് ബില്ലടിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു എക്സ്ട്രാ 25 സെൻറ്റ് അവർ വാങ്ങും. എന്നിട്ടാണ് പിന്നെ നമ്മൾ ഈ തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് കുപ്പി തിരിച്ചു കൊടുക്കുമ്പോൾ ആ 25 നമുക്ക് തിരിച്ചു കിട്ടുന്നത്.